ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ അമൽ. അപ്പോൾ എൻ്റെ ഇപ്പോൾ തുടങ്ങിയ യൂട്യൂബ് ചാനൽ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ പാട്ട് പാടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ബമ്പർച്ചിരിയുടെ ഷൂട്ടും തിരക്കുകളൊക്കെ കാരണം ഞാൻ കുറേ ആയി ഇൻസ്റ്റയിൽ പാട്ടിട്ടിട്ട്, അതായത് കവർ സോങ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും വീട്ടിലുണ്ടല്ലോ, കവർ സോങ് ചെന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഇതാ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. വേറെ അടുത്തല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചിതറാൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മലയുടെ മേളിൽ അമ്പലങ്ങളും പിന്നെ നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അത്യാവശ്യം വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. പിന്നെ ഫോട്ടോഷൂട്ട് നടത്താനും അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ അപ്പോൾ അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ ജെയിൻ ടെമ്പിളിലേക്ക് എത്തി. നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ നിലവിലുള്ളൊരു ജെയിൻ ടെമ്പിളാണ്. അത്യാവശ്യം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ്. അത്യാവശ്യം ആൾക്കാരും തിരക്കും കാര്യങ്ങളും. ഇപ്പോൾ ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാത്തതാണ്, അല്ലെങ്കിൽ നല്ല തിരക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടൊരു പാട്ട് ഷൂട്ട് ചെയ്തത്. ഞാൻ അറിയാമല്ലോ പാട്ട് പാടുന്നതുകൊണ്ട് പാട്ട് കവർ സോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക. കണ്ടോ, അടിപൊളി ഏരിയയാണിത്. ഞാൻ എൻ്റെ ലൊക്കേഷൻ താഴെ ഇട്ടിക്കാം. അത്യാവശ്യം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനും ഫോട്ടോ ഷൂട്ട് നടത്താനൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണിത് ഗൈസ്. അപ്പോൾ എന്തോ അത് ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ മേളിലെത്തി. ഇതാ എൻ്റെ പുറകെ കാണുന്നത് ഇവിടെ, അതാ കാണുന്ന ജെയിൻ ടെമ്പിള്. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം എത്തി. നമ്മൾ പോകേണ്ടത് അവിടെയാണ്, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കയറിയില്ല, അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇനി ഇതുവഴി നേരെ കയറിയിട്ട് മേലോട്ട് പോകണം. അപ്പോൾ നമുക്കിനി മേളിലോട്ട് കയറിയിട്ട് അടുത്ത വ്യൂ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിലെത്തി. കണ്ട, ഇതാണ് ഇവിടുത്തെ ജെയിൻ ടെമ്പിള്. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഇത് രസമെന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ വന്ന് കണ്ടാലേ ഇതിൻ്റെ റിയൽ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിതാ മേളിലോട്ട് പോവുക. കണ്ടോ, താഴെ കുളമൊക്കെ ഉണ്ട്, കണ്ടോ. ഇതാണ് താഴെയാണ് അമ്പലം, ഇതായിരിക്കുന്നതാണ് അമ്പലം. ഇവിടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, തൊഴാനൊക്കെ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് 2-3 ഷോട്ടും കൂടി ഉണ്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇനി താഴോട്ടാണ് പോകുന്നത്. ഇത്ര നേരം മേളിലായിരുന്നു, നമ്മൾ നേരത്തെ കാണിച്ചില്ല അതുപോലെ. അപ്പോൾ ഭയങ്കര വയ്യ നടന്നത്. അപ്പോൾ ഇനി പോകുന്നത് താഴോട്ടാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുവഴി നമ്മൾ താഴെ ഇറങ്ങണം. കണ്ട, ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മേളിലക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും ഗ്യാപ്പിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഭയങ്കര പടികളാണ്, കുത്തനിറങ്ങുന്ന പടികളൊക്കെ. മുണ്ട് ശ്രദ്ധിക്കേണ്ട, അത് പാടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. തീർന്നാലേ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ജെയിൻ ടെമ്പിളിൻ്റെ ഒരു ഇതൊക്കെ പഴയ സാധനങ്ങൾ കേട്ടോ. അതായത് ഇവിടെയുള്ള ആ പാറയിൽ കൊത്തി വെച്ചിരിക്കുന്നത് പണ്ട് തൊട്ടേ ഉള്ളത് തന്നെയാണ്, പുതിയതായിട്ടുള്ളതൊന്നുമില്ല. മുടിയൊക്കെ ഒരുമാതിരിക്കുന്നത്, അതൊന്നും കാര്യമാക്കല്ലേ. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. നമുക്കിനി അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ ഇതെല്ലാം കുത്തനെയുള്ള പരിപാടികളൊക്കെ, ഇതെല്ലാം പാറ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയത് ഇതൊക്കെ, കണ്ടോ. അപ്പോൾ നമുക്ക് താഴെ ഞാൻ പറഞ്ഞില്ല ഒരു അമ്പലം ഉണ്ടെന്ന്, അപ്പോൾ അവിടെ പോയിട്ട് അടുത്ത് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്പലം എന്ന് പറയുന്നത് അത് ഈ മറ്റേ ഈ കാവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സർപ്പത്തിൻ്റെ, അതിൻ്റെ എന്തോ അമ്പലമാണ്. ഞാൻ പറഞ്ഞ മെയിൻ അമ്പലം എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ അമ്പലം. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തതാണ്. കണ്ടോ, ഇവിടെ ഒരു കുളമുണ്ട്, ഇവിടെയുള്ള വ്യൂ ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞ മെയിൻ അമ്പലം എന്ന് പറയുന്നത് സാധനങ്ങൾ. ഇതാണ് ഇവിടുത്തെ അമ്പലം. പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും, അകത്തോട്ടൊക്കെ പോയാൽ ഭയങ്കര തണുപ്പൊക്കെ, കാരണം മൊത്തം മരങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ വിഷ്വൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഭയങ്കര രസമാണ് കാണാൻ, സത്യം പറഞ്ഞത്. അപ്പോൾ ഇനി 2-3 ഷോട്ടും കൂടി വീഡിയോ എടുത്തിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ സമയമായി ഗൈസ്. അപ്പോൾ അങ്ങനെ പാട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2-3 ദിവസത്തിനകത്ത് എൻ്റെ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആവും. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം കണ്ടതൊക്കെ അടിപൊളിയാണോ? അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലൊക്കേഷൻ കൊടുത്തേക്കാം, അപ്പോൾ വരണം. പിന്നെ ഞാനിപ്പം വ്ളോഗിങ് തുടങ്ങിയതുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ ശരിയാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വ്ളോഗിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷനെക്കുറിച്ചും എൻ്റെ വ്ളോഗ് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറയുക. അതിനനുസരിച്ച് ഞാൻ വ്ളോഗ് മാറ്റുന്നതായിരിക്കും. അപ്പോൾ